ബാലന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ബാലനും കുടുംബത്തിനും ജീവനെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവർക്ക് പെൺകുട്ടി ഇഷ്ടപ്പെടുകയും ചെയ്തു. ബാലൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ജീവന്റെ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ ഡിമാൻഡുകളും കാര്യങ്ങളും ഒന്നുമില്ല, അറിയാലോ. അടുത്ത മാസം ഞങ്ങൾ അമേരിക്കയ്ക്ക് പോകും, മോളുടെ അടുത്തേക്ക്. അതിനു മുമ്പ് കല്യാണം നടത്തണം, അത് മാത്രമാണ് ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ജീവൻ പറഞ്ഞു, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മോന് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ പറഞ്ഞു, ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതെ, എനിക്ക് വലിയ ആർഭാടമായിട്ട് കല്യാണം നടത്തണമെന്നൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ബാലനൊരു അമ്പരപ്പോട് കൂടി നോക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഈ സേവ് ദ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള കാര്യങ്ങളൊന്നും വേണ്ടെന്ന മോൻ പറഞ്ഞെന്ന് അപ്പോഴേക്കും വേണുഗോപാൽ പറഞ്ഞു. അവൻ ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല. എത്ര കല്യാണം ഇവന്റെ മുടങ്ങി പോയിട്ടുണ്ടെന്ന് അറിയാവോ? ആ സമയം ഭാര്യ ജലജ പറഞ്ഞു, അതെ, പെണ്ണ് കാണാൻ ചെന്ന് കഴിയുമ്പത്തിന് അവൻ പറയും ഈ സേവ് ദ ഡേറ്റും പരിപാടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടെന്ന്. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നത് പോലും അതിനൊക്കെ വേണ്ടിയിട്ടാന്ന് ചിലപ്പോൾ കണ്ടിട്ടുണ്ട് തോന്നും. അതുകൊണ്ട് ഇവന്റെ കുറെ കല്യാണങ്ങളും മുടങ്ങിയേക്കുന്നെന്ന് പറഞ്ഞു. ഇവന് ആഗ്രഹം ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് ചെറിയ തോതിൽ കല്യാണം നടത്താനായിട്ടാണ്. അത് കേട്ടപ്പോൾ ജീവൻ പറഞ്ഞു, അതെ അങ്കളെ, എനിക്ക് ചെറിയ തോതിൽ കല്യാണം നടത്തുന്നതിനോടോ താല്പര്യം, അല്ലാതെ വലിയ ആർഭാടമായിട്ട് കല്യാണം നടത്തുന്നതിനോടോ വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നതിനോടോ എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലന് ജീവനെ നോക്കി, എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കും അതിൽ സന്തോഷമുള്ളൂ. മോഹന്റെ ആഗ്രഹം. കാരണം ഇന്നത്തെ കാലത്ത് ഇതുപോലെ ആൺകുട്ടികളെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുക്കമുള്ളെന്ന് പറഞ്ഞു. ഞങ്ങൾക്കും ഇതിനോട് താല്പര്യം തന്നെയാണ്. അല്ലെങ്കിലും കുറെ ആൾക്കാരെ വിളിച്ച് ആർഭാടമായിട്ട് കല്യാണം നടത്തുന്നതിനോട് ഞങ്ങൾക്കും ഇപ്പൊ യോജിപ്പില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ജലജ പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ ഇനി ഇപ്പം നോക്കാൻ ഒന്നുമില്ലല്ലോ, തീയതി അങ്ങോട്ട് കുറിച്ചാൽ പോരെ, ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അല്ല ഇനി ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്ത്? അല്ല പെൺകുട്ടിക്ക് സ്ത്രീധനത്തെ കുറിച്ചായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കണല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അതെ, സ്ത്രീ തന്നെ ഒരു ധനമാണെന്ന് അയ്യം പറയണേ, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ജീവന്റെ അച്ഛൻ പറഞ്ഞു, ഇവന്റെ പെങ്ങളെ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചു വിട്ടപ്പോൾ ഞങ്ങൾ 1 രൂപ പോലും ഞങ്ങൾ സ്ത്രീധനം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. രാജീവിനൊട്ട് ചോദിച്ചിട്ടുമില്ല. അതുകൊണ്ട് എന്താണ് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും സ്ത്രീധനം ചോദിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ സ്ത്രീധനം ഒന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ജീവൻ പറഞ്ഞു, അതെ, എനിക്കും അതിനോട് താല്പര്യമില്ലാത്ത കാര്യമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, പക്ഷേ ഞങ്ങളുടെ മോൾക്കായിട്ട് വേണ്ടിയിട്ട് ഒരു ചെറിയ കരുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതെന്താളും തരാതിരിക്കാൻ പറ്റില്ല. എൻ്റെ മോൾക്ക് വേണ്ടി 75 പവന്റെ ആഭരണം തരും, പിന്നെ 10 ലക്ഷം രൂപ ഒരു കാറും. 75 പവനോ? മീനാക്ഷിയും ഇത്ര സുകന്യൊക്കെ ഞെട്ടിപ്പോയി. സുകന്യക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല 75 പവന്. അതും പോരാഞ്ഞിട്ട് 10 ലക്ഷം രൂപ. ഗോമതി പോലും അമ്പരന്ന് പോയി. ഇത്രയും പൈസയൊക്കെയോ, ഇതൊക്കെ എവിടെന്ന് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ഗോമതിയുടെ മനസ്സിലും. ഇത്രയും സ്വർണവും കാര്യങ്ങളൊക്കെ എവിടുന്നാന്ന് ഗോമതിക്കും അറിയണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ജീവൻ പറഞ്ഞു, അങ്കിളിന്റെ മോൾക്ക് കൊടുക്കുന്നതല്ലേ, പക്ഷെ എനിക്ക് വേണ്ട. അങ്കിൾ ഒരു കാര്യം ചെയ്യാം, മോളുടെ പേരിൽ ഒരു ലോക്കറിൽ ഈ പറയുന്ന 75 പവന് വെച്ചാരെ അവളുടെ പേരിൽ, പിന്നെ 10 ലക്ഷം രൂപ അവളുടെ പേര് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടോ. അവൾക്ക് എപ്പോഴൊരു ആവശ്യം വരുമ്പോൾ വേണമെങ്കിൽ അവൾക്ക് എടുക്കാലോ. പിന്നെ കാറിന്റെ കാര്യം, എനിക്കിപ്പോൾ ഓൾറെഡി ഒരു കാറുണ്ട്. ഇനിയിപ്പോൾ അങ്കിള് മേടിച്ചു തരുവാണെങ്കിലും ഒരു ഇലക്ട്രിക് കാർ മേടിച്ചു തന്നാലും മതി. പിന്നെ കാർ ഇല്ലെങ്കിൽ എന്ന് ഓർത്തോണ്ട് എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ലെന്ന് പറഞ്ഞു. ഇപ്പം എൻ്റെ ആവശ്യമില്ല, അത്യാവശ്യം ഒരു കാറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അനുവിനും ബാലിനും ഗോമതിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം. പണത്തോട് സ്വർണത്തോടും ഒന്നും ആർത്തിയില്ലാത്തവനാന്ന് മനസ്സിലായി. പക്ഷെ സുകന്യയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. സുകന്യക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനായി. അങ്ങനെ ഒടുവിൽ അവർ സന്തോഷത്തോട് കൂടിയിട്ടാണ് യാത്ര വിരിഞ്ഞു പോകുന്നത്. ബാലിനും ഗോമതിക്കും എല്ലാവർക്കും സന്തോഷമായി. അനു അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ സേഫ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. ബാലൻ പറയുകയും ചെയ്തു, ഇന്നത്തെ കാലത്ത് സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ പെൺകുട്ടികൾക്ക് പീഡനം അനുഭവിക്കുന്ന നാടാ കേരളം. അപ്പോഴാണ് ഇങ്ങനെ ഒന്നും വേണ്ടാന്നും പറഞ്ഞിട്ട് ഒരു കുടുംബം വരുന്നത്. അതിന്റെ നല്ല കാര്യമായിട്ടാ ഞങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു. അവര് പോകുന്നത് കൃഷ്ണമംഗലത്തിന്റെ ബാൽക്കണിയിലിരുന്ന് അലോക് കാണുന്നുണ്ടായിരുന്നു. അലോകന് ഒട്ടും അതങ്ങോട്ട് സൂഹിക്കുന്നുണ്ടായിരുന്നില്ല ആ പോക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ സുകന്യ നേരെ കൃഷ്ണമംഗലത്തിൽ നിന്ന് അച്യുതനോടും രാജസിനോടും ഒക്കെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണ, കല്യാണത്തെ കുറിച്ചൊക്കെ. ചെക്കൻ നല്ല അടിപൊളിയാ, അവന് ഭാഗ്യല ജോലി, അത് മാത്രമല്ല കുടുംബക്കാരും നല്ലതാ, അത്യാവശ്യം നല്ല ജീവിക്കാൻ നല്ല ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ബാലേട്ടനും നല്ല സന്തോഷത്തിലാ. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ഒട്ടും സഹിച്ചില്ല അങ്ങോട്ട് രാജശ്രീക്കൊക്കെ. രാജശ്രീ പറഞ്ഞു, ഒരു കാരണവശാൽ ഈ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞു. നടക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞാലും ബാലേട്ടൻ ഇത് ഉറപ്പായിട്ടും നടത്തുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്യുതൻ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ നടത്താൻ സമ്മതിക്കില്ല. രാജശ്രീ പറഞ്ഞു, അലോകല്ലേ പറഞ്ഞ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്ന്.
അച്ഛനും ചോദിച്ചു, അല്ല അലോക് എന്തിയാ? അവനെ ടെറസെല്ലാം കണ്ടുണ്ട്, അവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. അവൻ ആ പെങ്കൊച്ചിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുമെന്ന് വാക്ക് തന്നാ, അങ്ങനെയാണെങ്കിൽ അവൻ കൊണ്ടുവരിക തന്നെ ചെയ്യണം. സുകന്യ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കരുത്, അറിയാലോ എന്നെ കൂടെ ബാധിക്കുന്ന കാര്യമാണ്. സുകന്യെ, നിന്നെ ഒരു കാരണവശാലും ബാധിക്കാൻ പോകുന്നില്ലെന്ന് അച്യുതൻ പറഞ്ഞു. എടി, നീ എന്തിനാ വിഷമിക്കണേ? നിനക്ക് അവിടെ ബുദ്ധിമുട്ടാണ്, നീ ഇങ്ങോട്ടേക്ക് പോരെ, ഇവിടെ ഒന്ന് നിന്നോളാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജശ്രീ പറഞ്ഞു, തൽക്കാലത്തേക്ക് നീ ഇങ്ങോട്ടേക്ക് വരണ്ട, നീ അവിടെ നിൽക്കുക. അവിടെ നിന്നാണെങ്കിലല്ലേ അവിടുത്തെ വിവരങ്ങളൊക്കെ ചോർത്തി ഇങ്ങോട്ട് തരാൻ പറ്റുള്ളൂ. കുറച്ച് നാളും കൂടെ കഴിയട്ടെ, അതിനുശേഷം നമുക്കൊരു തീരുമാനം എടുക്കാന്ന് പറഞ്ഞു. പിന്നെ അവര് ചെക്കൻ്റെ കൂട്ടികൾ പറയണേ കല്യാണം വലിയ വിപുലമായിട്ട് നടത്തണ്ടെന്നുവാ. പക്ഷേങ്കിൽ ബാലേട്ടന് ഇച്ചിരി ഗംഭീരമായിട്ട് നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കണം തോന്നേ. അതുപോലെ നല്ലൊരു ബന്ധമല്ലേ കിട്ടിയിരിക്കണേ. അത് കേട്ടപ്പോൾ രാജശ്രീ പറഞ്ഞു, ഒരു കാരണവശാലും ഈ ബന്ധം നടക്കാൻ പോകുന്നില്ല. അവർ കരയാൻ പോകുന്നുള്ളൂ ദേവമംഗലംകാര്. നമുക്കിട്ട് കിട്ടിയ പണിക്ക് നമ്മൾ തിരിച്ചടി കൊടുക്കാനായിട്ട് പോവുക അച്യുതേട്ട. ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാന്ന് പറഞ്ഞു. അച്യുതൻ പറഞ്ഞു, അതെ, ഈ കല്യാണം മുടങ്ങണം, അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ അവർ തീരുമാനം എടുക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലൻ മുറിയിലേക്ക് വന്നപ്പോൾ ഗോമതി ഭയങ്കര ആലോചനയിലായിരുന്നു. എന്താ ഗോമതി? എന്നാലും ബാലേട്ട, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ ഇത്രയും രൂപയും അതുപോലെ തന്നെ 75 പവനൊക്കെ കൊടുക്കാനായിട്ട് ബാലേട്ടൻ്റെ കയ്യിലുണ്ടെന്ന്. അതാണോ കാര്യം ഗോമതി? അത് മാത്രമല്ല പല കാര്യങ്ങളും ഞാൻ നീക്കിയിരിപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ത്? അല്ല, ബാലേട്ടനൊന്നും ഇത്രയും കാലമായിട്ട് ഇവിടെ ഒരു കാറ് വാങ്ങിയില്ലോ. ഇവിടെ കാറോ? അതെ. എന്തിനാ ഇവിടെ കാറിന്റെ ആവശ്യമുണ്ടോ? ഇവിടെ അതിന് മാത്രം ഓട്ടം വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അല്ല ബാലേട്ട, അപ്പുറത്ത് കൃഷ്ണമംഗലത്ത് കാറുണ്ടല്ലോ, എന്നിട്ട് ഇവിടെ നമുക്കൊരു ഉടങ്കല്ലി സ്കൂട്ടിയല്ലേ ഉള്ളത്. ഓ, അതാണോ? വെറുതെ എന്തിനാ ഒരു കാറ് മേടിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു 10 ലക്ഷം രൂപയെങ്കിലും ഇന്നത്തെ കാലത്ത് വേണം. 10 ലക്ഷം രൂപ മുറ്റത്ത് കൊണ്ടുവന്നിട്ട് തുരും പിടിപ്പിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് പോകാനായിട്ട് ആ സ്കൂട്ടി ഉണ്ടല്ലോ, അത് മതി. അതിൽ പോയിട്ട് വന്നാൽ പോരെ. പിന്നെ നീ ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ മുറിയിലെല്ലാം AC പിടിപ്പിക്കണമെന്ന്. എന്തിനാ AC പിടിപ്പിക്കണേ? അല്ല, അത് പിന്നെ ഞാൻ ധർമ്മനും ആരിനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, എടി അങ്ങനെ AC പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കറണ്ട് ബില്ല് എത്രയാവും എന്നറിയാവോ? ഈ പറയുന്ന ബാലൻ അത്ര പിശുക്കനൊന്നുമല്ല, എന്നാലും വേണ്ടതുപോലെ കൈകാര്യം ചെയ്യും. കണ്ടു അറിഞ്ഞുമൊക്കെ നമ്മൾ ഒരു കാരണവശാലും മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കരുത്. നമുക്കുള്ളത് നമ്മൾ മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സേവ് ചെയ്ത് വെക്കണം. മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ കടക്കണിയിലേക്ക് വരുന്നത്. അല്ലാതെ നമ്മൾ മാന്യമായിട്ടുള്ളതുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. മറ്റുള്ളവരെ അനുകരിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും കടവും വിലവും മേടിച്ച് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഒടുവിൽ കടക്കണിയിലാകുകയും ചെയ്യും. അതിൻ്റെ ആവശ്യം എന്താ? ഇപ്പം അനുവിന് കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നെ ഒരു കരുതൽ ധർമ്മന്റെ, ആരിന്റെ, ആകാശിന്റെ എല്ലാവരുടെയും പേരിൽ എനിക്കുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടത് അവർക്ക് സമയമാകുമ്പോൾ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ബാലേട്ടൻ എന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതെ, ഞാൻ നിന്നോട് പറയാതിരുന്നേ. നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇത് അവരോട് പറയും. അവരൊരിക്കലും അച്ഛൻ്റെ സ്വത്തുക്കൾ കണ്ടിട്ടായിരിക്കും ഇത് ജീവിക്കുന്നത്. അവർ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് പണത്തിന്റെ വില അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ വില മനസ്സിലാവില്ല. അവർക്ക് സമയമാകുമ്പോൾ ഞാൻ കൊടുത്തോളാം. അതുവരെ ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഗോമതി സ്റ്റോൾസ് ബാലനെ കുറിച്ച് ഒന്നും അറിയാതെ ചെയ്യുന്നവനല്ലേ ഈ ബാലൻ, നിനക്കറിയാലോ. അനുവിന്റെ കല്യാണമൊക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കണം, ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ലെന്ന് ബാലൻ പറഞ്ഞു. ഇതേ സമയം അനു ആകെപ്പാടെ വിഷമിച്ച് അങ്ങോട്ട് കൂടെ നടക്കും. അനുവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴേക്ക് ശ്രീദേവിയും മിത്രയും മീനാക്ഷിയും കൂടെ വന്നു. മീനാക്ഷി ചോദിച്ചു, എന്താ അനു, നീ എന്താ ഇങ്ങനെ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കണമെന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്തിന്? അല്ല, പാവമല്ലേ ജീവന്, അവന് കാര്യങ്ങളൊന്നും അറിയത്തില്ലോ, ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, പറഞ്ഞു കേട്ടില്ലായിരുന്നോ? പിന്നെ അയാളെ ഞാൻ എങ്ങനെയാ ചതിക്കുന്നത്? അലോകിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയണ്ടേന്ന് ചോദിച്ചു. മിത്ര പറഞ്ഞു, നീ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിവാഹം നടക്കുമോന്ന് ചോദിച്ചു. പറയാതിരുന്ന എനിക്ക് പറ്റില്ല, എന്റെ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. മീനാക്ഷി പറഞ്ഞു, അതൊന്നും സാരമില്ല, നീ കാര്യമായിട്ട് എടുക്കണ്ട, നീ ഇതൊക്കെ മറക്കൂന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, മീനാക്ഷി അത് ശരിയല്ല, പറയാനുള്ള കാര്യങ്ങൾ ഇവള് അവനോട് തുറന്നു പറയണം ജീവനോട്. കാരണം നമ്മൾ കള്ളത്തരം മനസ്സിൽ വെച്ചൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സ്വസ്ഥത സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞു. അനുഭവം ഉണ്ടല്ലോ ശ്രീദേവിക്ക്, അതുകൊണ്ടാണ് ശ്രീദേവി പറയണേ. സത്യാവസ്ഥകൾ തുറന്നു പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അന്തസ്സോടുകൂടി തല ഉയർത്തി നിൽക്കാൻ പറ്റും. അതുകൊണ്ട് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ജീവനോട് പറയട്ടെ. അത് കേട്ടപ്പോൾ അനു പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പം തന്നെ ഫോൺ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോൺ വിളിച്ചാണോ പറയണേ? ഒരു കാര്യം ചെയ്യാം, അവനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറഞ്ഞു. മിത്ര പറഞ്ഞു, അത് ശരിയാ അനു, നിന്റെ ഫോൺ ഇങ്ങ് വന്നേന്ന് പറഞ്ഞു. അങ്ങനെ മീനാക്ഷി ഫോൺ വാങ്ങി ജീവനെ വിളിക്കുകയാണ്. ജീവൻ ഫോൺ എടുത്തിട്ട്, ഹലോ അനു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ഞാൻ അനു അല്ല, ഞാൻ മീനാക്ഷിയാ ചേച്ചിയാന്ന് പറഞ്ഞു. അല്ല, എന്താ മീനാക്ഷി ചേച്ചി കാര്യം? അതെ, അനുവിന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ജീവനോട്, ജീവനൊന്ന് വരുമോ എന്ന് ചോദിച്ചു. എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി, പിന്നീട്
അപ്പോൾ ക്ഷേത്രത്തിന്റെ പേര് വന്നിട്ട് അങ്ങോട്ടേക്ക് വരാനായിട്ട് പറയണം. ശരി, അവിടേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് മീനാക്ഷി അനുവിനോട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, നിന്നോടൊപ്പം ഞങ്ങളും വരാം, നമുക്ക് അവിടെ വെച്ച് കാര്യങ്ങൾ കണ്ട് സംസാരിക്കാം, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അനുവിനൊരു ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ അപ്പൊ തോന്നി. ഇനിയിപ്പോൾ പേടിക്കണ്ടല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലന് റോഡ് സൈഡിൽ ഇങ്ങനെ കാത്തു നിൽക്കുവാണ്. ആരെ കാത്തു നിൽക്കുവാന്ന് ചോദിച്ച അച്യുതനെയും ആനന്ദിനെ കൂടെ കാത്തു നിൽക്കുവാണ്. അപ്പോഴാണ് അവരെല്ലാവരും അങ്ങോട്ട് വരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലനും കൂടി എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് രണ്ടാളോടും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, എനിക്ക് നിന്റെ കാര്യങ്ങളൊന്നും കേൾക്കണ്ട, വായട്ടാ നമുക്ക് പോവാന്ന് പറഞ്ഞു. അനന്തൻ പറഞ്ഞു, പോകാൻ വരട്ടെ, അവന് പറയാനുള്ള എന്താന്ന് വെച്ചാൽ പറയട്ടെ എന്ന് പറഞ്ഞു. നിനക്ക് എന്താടാ പറയാനുള്ളത് എന്ന് അനന്തൻ ചോദിച്ചു. അതെ, എൻ്റെ മോളുടെ കല്യാണമാണ്. എൻ്റെ മോളുടെ കല്യാണത്തിന് അറിയാലോ, നിങ്ങളത് അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ. എന്താ ഇനിയിപ്പം ഞങ്ങൾ വേണോ നിങ്ങളുടെ മോളുടെ കല്യാണം നടത്താൻ എന്ന് അച്യുതൻ ചോദിക്കുകയാണ്. നിങ്ങൾ കല്യാണം നടത്താനല്ല, പക്ഷെ കല്യാണം മുടക്കാൻ ശ്രമിക്കരുത്. എൻ്റെ മോളുടെ കല്യാണം എങ്ങാനും മുടക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ബാലൻ എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്യുതൻ പറഞ്ഞു, ആഹാ കൊള്ളാലോ ഏട്ടാ, ഇയാൾ കത്തി കയറുവാണല്ലോ. എടാ, കുറെ കാലങ്ങൾക്ക് മുമ്പേ ഞങ്ങളുടെ വീണ്ടും മുറ്റത്ത് ഒരു പന്തൽ ഉയർന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ പെങ്ങളെ. അന്ന് നീ ഞങ്ങളുടെ പെങ്ങളെ അടിച്ചെടുത്തോണ്ട് പോയി. അത് ഞങ്ങൾ നാട്ടുകാരുടെ മുന്നിൽ, ആ ചെക്കൻകൂട്ട മുന്നിൽ നാണം കെട്ട് തൊലിയൊഴിഞ്ഞു നിന്നു. നിനക്കറിയാവോ, അന്ന് നീ ഭയങ്കര സന്തോഷിച്ച് ചിരിച്ചുല്ലസിച്ച് നടന്നു. അന്നേ മനസ്സിലൊരു പ്രതികാരം കാത്തു വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നിന്റെ മോളുടെ വിവാഹം അത് നടക്കണോ വേണ്ടോ എന്ന് ഞങ്ങളും തീരുമാനിക്കട്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ ദേഷ്യം വന്നു. ബാലൻ പറഞ്ഞു, നിർത്തടോന്ന് പറഞ്ഞു. ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോയാണ്ടല്ലോ, എൻ്റെ മോളുടെ കല്യാണം ഉറപ്പിച്ച് ഞാനാണെങ്കിൽ അത് നടത്താനും എനിക്കറിയാം. അതിൻ്റെ ഇടയ്ക്കിലേക്ക് അങ്ങനെ കയറി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ബാലൻ വെറുതെ വെച്ചേക്കില്ല, അറിയാലോ, എല്ലാത്തരം തീർത്ത് കളയത്തുള്ളൂ. എനിക്കിനിയിപ്പോൾ ഒന്നും നോക്കാനില്ലെന്ന് പറഞ്ഞിട്ട് ബാലൻ വെല്ലുവിളിക്കുകയാണ് അവരെ രണ്ടുപേരെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.